ഹലോ മക്കളെ, വെൽക്കം ടു Xylem Learning. അപ്പോൾ ഇതാണ് പുതിയൊരു മിസ്സാണ്. പുതിയ മിസ്സ്, ഇതിനു മുമ്പ് മിസ്സിനെ ഒന്നും കണ്ടിട്ടില്ല, മിസ്സിൻ്റെ പേരറിയില്ല, മിസ് ഇപ്പോൾ ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്, അങ്ങനെ കുറേ സംശയങ്ങൾ എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് മിസ്സിൻ്റെ പേര് പറയാം. മിസ്സിൻ്റെ പേരാണ് അനിറ്റ. നിങ്ങൾക്ക് ഒരു കോഡ് ഉണ്ടാവും, അതിപ്പോൾ നിങ്ങൾ AU എന്നാണ് എൻ്റെ കോഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ അനിറ്റ മിസ് എന്നും വിളിക്കാം, അല്ലെങ്കിൽ AU മിസ് എന്നും വിളിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം എന്തായിരിക്കും? മിസ്സിന് ഏത് സബ്ജക്റ്റാണ് ഇന്ന് പഠിപ്പിക്കുന്നത്? ഓക്കെ, നമുക്കറിയാം നിങ്ങൾക്ക് കൂടുതലായിട്ടും ബേസിക് സയൻസിന് ഇഷ്ടം പോലെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ ഞാനും ഉണ്ട്. ഇനി മുതൽ ബേസിക് സയൻസ് അല്ലെങ്കിൽ പരിസര പഠനം നമ്മുടെ 5ാം ക്ലാസ്സിലെ മിടുക്കന്മാരോടും മിടുക്കികളുടെയും കൂടെ പഠിപ്പിക്കാനായിട്ട് റെഡിയല്ലേ? എന്നാൽ പിന്നെ ഇന്നത്തെ ക്ലാസ് നമുക്കൊരു ചോദ്യത്തിലൂടെ തുടങ്ങാം. ഞാൻ മക്കളോട് ചോദിക്കുക, നമുക്ക് ചുറ്റും എന്താണ്? ധാരാളം ലിവിങ് ഓർഗാനിസം ഉണ്ട് ഇല്ലേ? അതിലെന്താണ്? അവർക്കൊക്കെ ജീവിക്കണമെങ്കിൽ ആഹാരം വേണം, അല്ലെങ്കിൽ എനർജിയൊക്കെ വേണം. ആ എനർജിയൊക്കെ എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ഇത്രയും വളർന്നു വലുതായി, നമുക്കൊക്കെയുള്ള ആഹാരം എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കിച്ചണിൽ നിന്നൊക്കെ നമ്മുടെ അമ്മമാർ നമുക്ക് ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ പ്ലാന്റ്സ്, സസ്യങ്ങൾ, അവരെവിടെ നിന്നായിരിക്കും ആഹാരം ഉണ്ടാക്കുന്നത്? അവരെവിടെ നിന്നാണ്? ഇലകളിൽ വെച്ചിട്ടാണ് ആഹാരം ഉണ്ടാക്കുന്നത് അല്ലേ? എന്നാൽ പിന്നെ മക്കൾ ഈ ഒരു ചിത്രം നോക്കിക്കേ. ഇവിടെ എന്താ മക്കൾ കാണുന്നത്? ഒരു ചെടി വേറെ ഒരു ചെടിയുടെ മുകളിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുവാണല്ലേ അല്ലേ? ആ ഒരു പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആ ഒരു മഞ്ഞ കളറിലുള്ള ആ ഒരു ചെടിക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, അതിൽ ഇലകളുണ്ടോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, അതിലെ ഇലകൾ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇലകളില്ല. പിന്നെ അവരെങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? അവരെങ്ങനെയായിരിക്കും ഇത്രയും പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്? അല്ലെങ്കിൽ അവരെന്തുകൊണ്ടായിരിക്കും ഉണങ്ങിപ്പോവാത്തത്? കൂട്ടുകാർ ആലോചിച്ചിട്ടുണ്ടോ? അപ്പം അതിനുള്ള ഉത്തരവൊക്കെ ആയിട്ടാണ് മിസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. റെഡിയല്ലേ? മക്കൾ ഒന്നും കൂടി ഒന്ന് നോക്കിക്കേ. അവർക്ക് ഇലയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് അവർക്ക് ആഹാരം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. എങ്കിൽ അവർക്ക് ആഹാരം എവിടുന്ന് കിട്ടും? അവരെവിടെയാണോ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ആ ഒരു മരത്തിൽ നിന്നും അവരിങ്ങനെ ആഹാരം ഇങ്ങനെ വലിച്ചെടുക്കും. മനസ്സിലായോ? അപ്പം ഈ ഒരു കൂട്ടം സസ്യവിഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരസിറ്റിക് പ്ലാന്റ്സ് അല്ലെങ്കിൽ പരാത സസ്യങ്ങൾ. എന്താ മക്കളെ? അപ്പം എന്താണ് പരാത സസ്യങ്ങൾ എന്ന് ചോദിച്ചാലോ, മറ്റ് സസ്യങ്ങളിൽ വളരുകയും അതുപോലെ തന്നെ ആഹാരവും ജലവും അവയിൽ നിന്ന് വലിച്ചെടുത്ത് ജീവിക്കുകയും ചെയ്യുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ ഒരു ഉദാഹരണം മാത്രം മക്കൾ വിചാരിച്ചാൽ മതി. അവയ്ക്കാണെങ്കിൽ ഇലയില്ലെങ്കിൽ എന്താ? അവർക്ക് സ്വന്തമായിട്ട് ആഹാരം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അവരെവിടെയാണോ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ആ പന്തലിച്ച് നിൽക്കുന്ന ആ ഒരു ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും ആഹാരവും ഒക്കെ അവരിങ്ങനെ വലിച്ചെടുക്കും. എന്നിട്ട് അവർ സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് ജീവിക്കും. ക്ലിയർ ആണോ? അപ്പം എന്താണ് പാരസൈറ്റ് അല്ലെങ്കിൽ എന്താണ് പരാത സസ്യങ്ങൾ? ഒന്ന് വായിച്ചു നോക്കിക്കേ. മറ്റ് സസ്യങ്ങളിൽ വളരുകയും ചെയ്യും, അവയിൽ നിന്ന് ആഹാരവും ജലങ്ങളും ഒക്കെ വലിച്ചെടുത്ത് ജീവിക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എ പാരസിറ്റിക് പ്ലാന്റ് ഈസ് എ പ്ലാന്റ് ദാറ്റ് ഡിറൈവ് സം ഓർ ഓൾ ഓഫ് ദി ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ഫ്രം അനദർ ലിവിങ് പ്ലാന്റ്. മറ്റൊരു ലിവിങ് പ്ലാന്റിൽ നിന്നും ന്യൂട്രീഷണൽ ആവശ്യമായിട്ടുള്ള എല്ലാം എന്താണ്? കുറച്ചെടുക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് എടുക്കാം. അങ്ങനെ എടുക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ പാരസിറ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ? മുഴുവനായിട്ടും വേണമെങ്കിൽ വലിച്ചെടുക്കാം, അല്ലെങ്കിൽ കുറേശ്ശെ മാത്രം വലിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഈ ഒരു പരാത സസ്യങ്ങളെ 2 രീതിയിൽ തരംതിരിക്കാം. ഏതൊക്കെയായിരിക്കും? നോക്കിക്കേ. അർദ്ധപരാത സസ്യങ്ങൾ, അതായത് സെമി പാരസൈറ്റ്സ്. ഓക്കെ, എന്തായിരിക്കും അർദ്ധപരാത സസ്യങ്ങൾ? ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും മാത്രം വലിച്ചെടുക്കും. എന്നിട്ടോ ഇലകളുടെ സഹായത്തോടെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. അവർക്ക് ഇലകളുണ്ടാവും, ആ ഇലകളിൽ ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും മാത്രം മതി. അതായത് അതിന് ഷെൽട്ടർ മാത്രം മതി, അതിനൊരു സ്ഥലം മാത്രം, അതിന് വസിക്കാനുള്ള ഒരു സ്ഥലം മാത്രമായിട്ട് ഈ ഒരു ആതിഥേയ സസ്യങ്ങളെ അവർ ഉപയോഗിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അർദ്ധപരാത സസ്യങ്ങൾ അല്ലെങ്കിൽ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തായിരിക്കും? എക്സാമ്പിൾ നോക്കിക്കേ. ഇതെന്താണ്?
നമ്മുടെയൊക്കെ പറമ്പിൽ മാവിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ് ഇത്തിൽക്കണ്ണി എന്ന് പറയും. എന്താണ്? ലൊറാന്തസ്. ഈ ഇത്തിൽക്കണ്ണി നോക്കിക്കേ, ഇത്തിൽക്കണ്ണിക്ക് ഇലകളില്ലേ? അപ്പോൾ എന്താണ്? അവയ്ക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആ ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും അവ എവിടെ നിന്നായിരിക്കും വലിച്ചെടുക്കുന്നത്? അവരെവിടെയാണോ നിൽക്കുന്നത്, ഇപ്പം മാവിലാണെങ്കിൽ മാവിൽ നിന്നാണ്, മാവിൻ്റെ ശാഖകളിൽ നിന്നാണ് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം അതിനെ പറയുന്ന പേരാണ് എന്താണ് മക്കളെ? അർദ്ധപരാഗ സസ്യങ്ങൾ അല്ലെങ്കിൽ സെമി പാരസൈറ്റ്സ്. ഓക്കെ, എന്നാൽ ഇനി കുറച്ച് മാത്രമേ ഇവർ വലിച്ചെടുക്കുള്ളൂ. മുഴുവനായിട്ടും വലിച്ചെടുക്കുന്ന സസ്യങ്ങളുണ്ടോയെന്നൊന്ന് നോക്കാലോ. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് കംപ്ലീറ്റ് വലിച്ചെടുക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ പൂർണ്ണപരാഗങ്ങൾ അല്ലെങ്കിൽ ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ എവിടെയാണോ അവർ താമസിക്കുന്ന ചെടി, ആ ചെടിയിൽ നിന്നും കംപ്ലീറ്റ് ഫുഡ് അവർ വലിച്ചെടുക്കും. എന്നിട്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ അവയ്ക്ക് ഇലകളുണ്ടാവും. ഇലകളുണ്ടെങ്കിൽ പോലും എന്തായിരിക്കും? അവരവിടുന്ന് ഫുഡ് ഉണ്ടാക്കൂല. ഓക്കെ, അപ്പോൾ അതാണ് മക്കളെ നമ്മൾ പറയുന്നത്? പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയാലോ? മൂടില്ലാത്ത ആളി. നമ്മൾ ആദ്യം കണ്ടൊരു ചിത്രമില്ലായിരുന്നോ? ആദ്യം ഒരു ചിത്രം കണ്ടില്ലായിരുന്നോ? ഒരു മഞ്ഞ കളർന്നിട്ട് ഇലകളൊന്നും ഇല്ലാത്ത ഒരു ഇങ്ങനെ പടർന്നു നിൽക്കുന്നത്. അതാണ് മൂടില്ലാത്ത ആളി അല്ലെങ്കിൽ കസ്കുട്ട. കേട്ടോ? അതിനെന്താണ്? ഇലകളില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതെവിടെയാണോ താമസിക്കുന്നത്, എവിടെയാണോ പടർന്നു നിൽക്കുന്നത്, ആ ഒരു സസ്യത്തിൽ നിന്നും ഫുള്ളായിട്ട് ആഹാരം ശേഖരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് മക്കളെ റെഫ്ലീഷ്യ എന്ന് പറഞ്ഞാൽ പൂക്കളിലെ വമ്പനാണ്. കേട്ടോ? അപ്പോൾ പൂക്കളിലെ വമ്പനാണ്. നല്ല വലിപ്പമുണ്ടാവും. ഒരു കുടയൊക്കെ ഇങ്ങനെ നിവർത്തി വെക്കുന്ന അത്രയും ആ ഒരു വാവട്ട് ഈ ഒരു പൂവിനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ല് എന്തായിരിക്കും? ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. കേട്ടോ? ഈ റെഫ്ലേഷ്യയ്ക്കും ഇലകളില്ല. അവയും വലിയ മരത്തിൻ്റെയൊക്കെ വേരില്ലേ, ഇങ്ങനെ വേരൊക്കെ ഇങ്ങനെ പടർന്നിരിക്കും. ആ വേരിലാണ് ഈ ഒരു പൂവ് ഉണ്ടാവുന്നത്. ആ വേരിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റെഫ്ലേഷ്യ എന്ന് പറയുന്ന ആ ഒരു പൂവും ആഹാരമൊക്കെ നിർമ്മിക്കും ആഹാരമൊക്കെ ശേഖരിച്ച് വളർന്നു നിൽക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ ഇന്നെന്താ നോക്കിയേ? നമുക്ക് ചുറ്റും ഉണ്ടാവുന്ന സസ്യങ്ങളിൽ എന്താണ് പരാഗ സസ്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അർദ്ധപരാഗ സസ്യങ്ങൾ, പൂർണ്ണപരാഗ സസ്യങ്ങൾ, അതൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയില്ലേ? അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സുമായിട്ട് മിസ്സിനി അടുത്ത ദിവസം വരാം. ബൈ.